UDF ഭരിക്കുന്ന അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിനെതിരെ യൂത്ത് കോൺഗ്രസ്. ഭരണസമിതിക്ക് ദീർഘവീക്ഷണമില്ലെന്നും പുഴ കയ്യേറ്റവും മണൽവാരലും തടയാൻ ഒന്നും ചെയ്യുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസ്. പെരിന്തൽമണ്ണ കാഞ്ഞിരക്കുന്ന് കോളനിയിലെ 30 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിച്ച വിഷയം കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. മന്ത്രി കോളനിക്കാരെ അറിയിച്ച കാര്യം നഗരസഭ അറിഞ്ഞില്ലെന്ന് ഭരണപക്ഷം. പാലക്കാട് ജില്ല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാരക്കുറവെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CN കണ്ടമുത്തൻ. മനുഷ്യാവകാശത്തെക്കുറിച്ച് ഇന്നത്തെ സമൂഹം ബോധവാന്മാരല്ലെന്ന് സംസ്ഥാന മനുഷ്യാവകാശ ഫൗണ്ടേഷൻ സെക്രട്ടറി ഡോക്ടർ P. രാമകൃഷ്ണൻ. കൌമാരമേള ഗംഭീരമാക്കാൻ മണ്ണാർക്കാട് ഒരുങ്ങുന്നു. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ജനുവരി 1 മുതൽ 5 വരെ മണ്ണാർക്കാട്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. UDF ഭരിക്കുന്ന അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്ത്. ഭരണസമിതിക്ക് ദീർഘവീക്ഷണമില്ലാത്തതിനാൽ പദ്ധതികളെല്ലാം അവതാളത്തിലായിരിക്കുകയാണെന്നും അനധികൃത പുഴ കയ്യേറ്റവും മണൽവാരലും തടയാൻ പഞ്ചായത്ത് ഭരണസമിതി ഒന്നും ചെയ്യുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പുഴകളും തോടുകളുമായ വെള്ളിയാർ, പുളിയൻതോട്, ചാമാരിത്തോട്, മുണ്ടത്തോട് തുടങ്ങിയവ വൻ കയ്യേറ്റം കൊണ്ടും മണൽവാരൽ കൊണ്ടും ശോചനീയമാണ്. എന്നാൽ ഇത് തടയുന്നതിനോ പുഴകൾ സംരക്ഷിക്കുന്നതിനോ ഗ്രാമപഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ല. ശോചനീയമായതിനാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പുഴകളിൽ നീരൊഴുക്ക് കുറഞ്ഞിരിക്കുകയാണ്. അതിനാൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പരിഹരിക്കുന്നതിനായി തടയണകൾ നിർമ്മിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ജനങ്ങൾ കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ കുടിവെള്ളം കിട്ടാത്തതിന്റെ പേരിൽ ഒന്നാമത് പുഴയിലൂടെ അനധികൃതമായുള്ള മണൽ വാരലും, രണ്ടാമത് എന്ന് പറഞ്ഞത് പുഴ കയ്യേറ്റം ചെയ്തിട്ട് ആകെ കുടിവെള്ളം കിട്ടാത്തതിന്റെ ഒരു വിഷമവും. ഇതിന്റെ ഈ തടയണ നിർമ്മാണം പെട്ടെന്ന് പഞ്ചായത്ത് ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ തന്നെ, പ്രത്യേകിച്ച് നമ്മളെ ഈ മലബാർ ഏരിയകളിൽ കൊടും വരൾച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ ഈ പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് തടയണ നിർമ്മാണം വേണ്ട നടപടികൾ ചെയ്യുകയും അല്ലാത്ത പക്ഷം കുടിവെള്ളത്തിന് രൂക്ഷമായ ഒരു ക്ഷാമം നേരിടുകയും ചെയ്യും. എല്ലാ വർഷവും താൽക്കാലിക തടയണകൾ നിർമ്മിക്കുന്നതിനായി ലക്ഷങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ചിലവഴിക്കുന്നത്. എന്നാൽ ഇത് ഒഴിവാക്കി ശാശ്വതമായി തടയണകൾ നിർമ്മിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ സ്ഥിതിയും മോശമാണ്. എന്നാൽ ഈ സാമ്പത്തിക വർഷത്തിൽ ഒരു റോഡിന്റെ പ്രവൃത്തികൾ പോലും ആരംഭിക്കാനുമായിട്ടില്ല. തുക അനുവദിച്ച റോഡുകളുടെ പ്രവൃത്തികൾ മാർച്ച് 31-ന് തീരണമെന്നിരിക്കെ സാങ്കേതിക പ്രശ്നങ്ങളിൽ കുടുങ്ങി പ്രവൃത്തികൾ ആരംഭിക്കാനാവാത്ത അവസ്ഥയാണ്. ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ കാര്യക്ഷമമായ ഇടപെടൽ ഇല്ലാത്തതാണ് ഇതിന് കാരണം. ഇതേ കാരണത്താൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 40% പ്രവൃത്തികളും സ്പിൽ ഓവറായി കിടക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. മനുഷ്യന് കാൽനട പോലും ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം, അതായത് ടാറിങ് അല്ലെങ്കിൽ സോളിങ്, ഇതൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ സ്പിൽ ഓവറായ പണികൾ തന്നെ തീർക്കേണ്ടതുണ്ട്. ഉപരി അലനല്ലൂർ പഞ്ചായത്തിൽ ഇപ്രാവശ്യം 2 കോടിയുടെ മുകളിൽ പൈസയാണ് ഇതിന് വകയിരുത്തിയിട്ടുള്ള പാശ്ചാത്തല മേഖലയിൽ. ഇത് ഇപ്രാവശ്യം എത്രയും പെട്ടെന്ന് തുടങ്ങിയിട്ടില്ലെങ്കിൽ എല്ലാ വർഷവും ജനുവരി അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റിക്കാണ് ഇത് തുടങ്ങാറുള്ളത്. മാർച്ച് മാസം ആകുമ്പോഴേക്ക് ഇത് തീർക്കുകയും വേണം. ഈ ഒരു 10-75 അല്ലെങ്കിൽ 80 ദിവസമാണ് കോൺട്രാക്ടർമാർക്ക് ഇത് പണി പൂർത്തിയാക്കാനുള്ള സമയം കിട്ടാറുള്ളത്. അത് ഈ 10-60 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കുകയും നൂറുകണക്കിന് വരുന്ന റോഡുകളിൽ പകുതി പോലും പണിയെടുക്കാതെ സ്പിൽ ഓവറായിട്ട് അടുത്ത വർഷത്തേക്ക് നീക്കിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടാവുള്ളത്. പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി എല്ലാ പ്രവൃത്തികളും പൂർത്തിയായ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം വൈകിപ്പിക്കുന്നത് ശരിയല്ലെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അലനല്ലൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പെരിന്തൽമണ്ണ കാഞ്ഞിരക്കുന്ന് കോളനിയിലെ 30 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിച്ച കാര്യം നഗരസഭ അറിഞ്ഞില്ലെന്ന വിഷയത്തെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. ചൊവ്വാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ പട്ടയം അനുവദിച്ച കാര്യം അജണ്ടയിൽ ഉൾപ്പെടുത്താത്തത് പ്രതിപക്ഷം ചോദ്യം ചെയ്തതാണ് ബഹളത്തിന് കാരണമായത്. കാഞ്ഞിരക്കുന്ന് കോളനിയിലെ 30 കുടുംബങ്ങൾക്ക് പട്ടയം നൽകാനുള്ള സർക്കാർ ഉത്തരവ് കോളനിക്കാരെ അറിയിക്കാൻ മന്ത്രി മഞ്ഞളാംകുഴി അലി കഴിഞ്ഞ ദിവസം കാഞ്ഞിരക്കുന്ന് കോളനിയിൽ സന്ദർശനം നടത്തിയിരുന്നു. നഗരസഭയിലെ കാഞ്ഞിരക്കുന്ന് കോളനിയിലുള്ള 30 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിച്ച ഉത്തരവും മന്ത്രിയുടെ കോളനി സന്ദർശനവും നഗരസഭയെ അറിയിച്ചിട്ടില്ലെന്നാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ടാണ് ചൊവ്വാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ബഹളമുണ്ടായത്. മന്ത്രി അവിടെ പോയിട്ട് എന്താ ചെയ്തത്?
മന്ത്രി ഇതുവരെ വേറെ പോയി പറയും. മന്ത്രി ഒരു ജനപ്രതിയല്ലേ? മന്ത്രി ഈ കാര്യം ആ പ്രദേശത്തെ ജനങ്ങളോട് പോയി പറയുക എന്നുള്ളത് അദ്ദേഹത്തിന് ചുമതലയല്ല. അല്ലാതെ എന്താ ചെയ്തത്? അതെങ്ങനെ പബ്ലിസിറ്റി സ്റ്റണ്ട് ആവുന്നത്? പബ്ലിസിറ്റി സ്റ്റണ്ട് ഇവിടെ ഈ മന്ത്രി അല്ല നടത്തിയത്. ഇതിന് മുമ്പ് ഇവിടെ MLA ഉണ്ടായിരുന്നു. 5 കൊല്ലം പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ് നടത്തിയത്. വേറെ എന്താ ചെയ്തിട്ടുള്ളത്? അപ്പൊ ആ കാര്യമൊന്നും പറഞ്ഞിട്ട് സ്വയം തരം താഴാൻ ശ്രമിക്കണ്ട. ഇതിനാവശ്യമായ നടപടികൾ അതിനോട് സഹകരിക്കാൻ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി ആ 30ഓളം വരുന്ന ആളുകൾക്ക് കൊടുക്കണം. നമ്മൾ തീരുമാനിച്ചതാണ്. പ്രമേയം മുഖാന്തരം വസ്തു കൈമാറ്റം ചെയ്യണമെങ്കിൽ ഡയറക്ടറുടെ അറിവ് സമ്മതം വേണം. ആ സമ്മതം ഇപ്പൊ കിട്ടി. ആ സമ്മതം കിട്ടുമ്പോൾ ആരെയാണ് അത് അറിയിക്കേണ്ടത്? ഇനി രാഷ്ട്രീയമായിട്ടാണെങ്കിൽ നിങ്ങളവിടെ ഒരു കൗൺസിലർ ഉണ്ട്, അയാളെ അറിയിച്ചോ? ചെയർപേഴ്സനെ അറിയിച്ചോ? അപ്പൊ തെറ്റ് എവിടെയാണ്? അത് മനസ്സിലാക്കാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ പഴയ ശശിയുടെ കാര്യവും ഞങ്ങൾ മഞ്ഞളാംകുഴി അരിയുടെ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല, വ്യത്യാസമില്ല. അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ വേഗതയോടുകൂടി നടപടി എടുത്തു എന്ന് പരസ്യമായി പറയാൻ ഞങ്ങൾക്ക് കഴിയും ചെയ്യും. പക്ഷേ അയാൾ ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് വലിയ അബദ്ധമാണ്. കാഞ്ഞിരക്കുന്ന് കോളനിക്കാർക്ക് പട്ടയം നൽകാൻ നഗരകാര്യ ഡയറക്ടറുടെ ഉത്തരവ് ഉണ്ടായിട്ടും വിഷയം ചൊവ്വാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിലെ അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് ഫക്കീർ ഫാറൂഖ് ചോദ്യം ചെയ്തു. പിന്നീട് കൂടുതൽ കൌൺസിലർമാർ പ്രശ്നത്തിൽ ഇടപെട്ടതോടെ കൌൺസിൽ യോഗം ബഹളമയമായി മാറുകയായിരുന്നു. തർക്കങ്ങൾ അവസാനിച്ച് 1 മണിക്കൂറിന് ശേഷമാണ് ചൊവ്വാഴ്ചത്തെ കൌൺസിൽ യോഗത്തിൽ നിശ്ചയിച്ചിരുന്ന അജണ്ടയിന്മേൽ ചർച്ച ഉണ്ടായത്. പാലക്കാട് ജില്ല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാരക്കുറവെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TN കണ്ടമുത്തൻ. പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കുറേക്കൂടി കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അലനല്ലൂർ കൂമഞ്ചിറ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികളുടെയും അമ്മമാരുടെയും ആരോഗ്യ സംരക്ഷണത്തിന്റെ അളവുകോൽ ഇന്ന് എന്താണ്? മാതൃകാല നിരക്കും ശിശുമരണ നിരക്കും കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളം 2012-2013 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൂമഞ്ചിറയിൽ അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ 4 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ 1 ലക്ഷം രൂപയും ചിലവഴിച്ചാണ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM സുഗുണകുമാരി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മേലേക്കളത്തിൽ ബക്കർ, ജില്ലാ പഞ്ചായത്ത് അംഗം P ഖദീജ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P റഫീഖ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ K രാജു, അലയൻ സൈനുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് വാർഡംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മനുഷ്യാവകാശത്തെക്കുറിച്ച് സമൂഹം ബോധവാന്മാരല്ലെന്ന് കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ സെക്രട്ടറി ഡോക്ടർ P രാമകൃഷ്ണൻ പറഞ്ഞു. മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണയിൽ ബുക്ക് ബേർഡ് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ് മനുഷ്യാവകാശ ധ്വംസനം നടത്തുന്നതെന്ന് ഡോക്ടർ P രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. സാധാരണക്കാരന് നീതി ലഭിക്കുന്നില്ല. അതിനുവേണ്ടി ഉദ്യോഗസ്ഥ മേഖലകളിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല. ഇവിടെ മനുഷ്യാവകാശം ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ തൊട്ട് വലിയവർ വരെയും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും അണ്ടചരാചരങ്ങളിൽ മൊത്തവും അവർക്ക് ഓരോന്നിന്റെ ആ നീതിയുണ്ട്. ആ നീതി അവരവർക്ക് അതാത് സമയങ്ങളിൽ കൈവരിക്കുകയും സിദ്ധിക്കുകയും ആവുകയും ചെയ്യുന്നതിന് വേണ്ടി നാം മുന്നിട്ടിറങ്ങി. അഡ്വക്കേറ്റ് S അബ്ദുൽ സലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ സ്റ്റുഡന്റ് വിംഗ് ചെയർമാൻ ഡോക്ടർ GO PR, അക്കാമ ചെറിയൻ, സാമൂഹ്യ പ്രവർത്തകൻ കുറ്റിനി മാനുപ, ചേലാമല അലിഗഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി T അഫ്സൽ ബാബു, ബുക്ക് ബോർഡ്സ് പ്രതിനിധി ജൻസീർ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരം പ്രശസ്ത ചിത്രകാരി കവിത മുഖർജി ഉദ്ഘാടനം ചെയ്തു. പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള 100 കണക്കിന് കുട്ടികൾ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ബോർഡ് മീറ്റിംഗിനെ ചൊല്ലി തർക്കം. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്.
ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ തിങ്കളാഴ്ച രാവിലെ അടിയന്തര ബോർഡ് മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. എന്നാൽ ഇത് 5 UDF മെമ്പർമാരെ അറിയിച്ചില്ലെന്നാരോപിച്ച് UDF മെമ്പർമാരും പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. യോഗം മാറ്റിവെക്കണമെന്ന് UDF മെമ്പർമാർ ആവശ്യപ്പെട്ടു. ഇതേ ചൊല്ലി തർക്കമുണ്ടാവുകയും വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും കലാശിക്കുകയുമായിരുന്നു. ജനറൽ വാർഡ് കമ്മിറ്റി അംഗമായ ഒരു UDF മെമ്പറെ 3 ബോർഡ് മീറ്റിംഗിൽ വരാത്തതുകൊണ്ട് അയോഗ്യയാക്കിയതായും വൈസ് പ്രസിഡന്റ് അറിയിച്ചു. ഇത് UDF അംഗങ്ങളെ പ്രകോപിതരാക്കി. ഇതിനിടെ യോഗം മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF മെമ്പർമാർ സെക്രട്ടറിയെ ഘെരാവോ ചെയ്തു. ഇത് ഏറെ നേരം പഞ്ചായത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. യോഗം മാറ്റിവെച്ചതായി സെക്രട്ടറി അറിയിച്ചതിനെ തുടർന്നാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. അതേസമയം LDF പിന്തുണയോടെ കോൺഗ്രസ് വിമതർ ഭരിക്കുന്ന ഓങ്ങല്ലൂരിൽ ഭരണസ്തംഭനമാണെന്നും പദ്ധതി പ്രവർത്തനങ്ങൾ താളം തെറ്റിയിരിക്കുകയാണെന്നും BJP ആരോപിച്ചു. പഞ്ചായത്തിൽ ഗുണ്ടായിസമാണ് നടക്കുന്നതെന്നും BJP അംഗമായ ഗോപിദാസ് പറഞ്ഞു. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. കുമരമ്പത്തൂർ കല്ലടി ഹൈസ്കൂളിൽ 2013 ജനുവരി 1 മുതൽ 5 വരെയാണ് ജില്ലാ കലോത്സവം നടക്കുന്നത്. 5 ദിവസങ്ങളിലായി നടക്കുന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവം ഭംഗിയായും പരാതികൾ കുറച്ചും ആധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയും നടത്താനാണ് സംഘാടകർ ശ്രമിക്കുന്നത്. ഇതിനായി DDE ഗീതയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച അവലോകന യോഗം ചേർന്നു. ഓരോ കമ്മിറ്റികളും തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കർത്തവ്യങ്ങൾ ഭംഗിയാക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ DDE നൽകി. കൂടാതെ വിവിധ കമ്മിറ്റികൾ പരസ്പര ധാരണയോടെ സഹകരിച്ച് രാഷ്ട്രീയ സംഘടനാ ചേരിതിരിവുകൾ കാണിക്കാതെ ജില്ലാ കലോത്സവം എത്രത്തോളം നല്ല രീതിയിൽ നടത്താമോ എന്നതിനെക്കുറിച്ചാണ് ഇനി ചിന്തിക്കേണ്ടതെന്നും DDE യോഗത്തിൽ ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ച മുതൽ ഓരോ കമ്മിറ്റിയും കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. പെരിന്തൽമണ്ണ നഗരസഭയിലെ ചോലംകുന്നിലെ ശ്മശാനത്തിൽ ആധുനിക ഗ്യാസ് ശ്മശാനം നിർമ്മിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. നഗരത്തിലെ അനധികൃതമായി കച്ചവടം നടത്തുന്ന തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. പെരിന്തൽമണ്ണ നഗരസഭയിലെ ചോലോംകുന്നിലെ പൊതുശ്മശാനം ആധുനിക ശ്മശാനമാക്കാൻ ശുചിത്വ മിഷനിലേക്ക് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് നൽകും. വിശദമായ പ്രൊജക്ട് തയ്യാറാക്കാൻ തൃശൂർ കോസ്റ്റ്ഫോർഡ് കമ്പനിയെ ഏൽപ്പിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ പേവാർഡ് വിപുലീകരിക്കുന്നതിനും ട്രോമ കെയർ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടും. പ്രായോജകരെ കണ്ടെത്തി നഗര സൗന്ദര്യവൽക്കരണ പദ്ധതി നടപ്പാക്കാനും നഗരസഭ ആലോചിക്കും. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മാസ്റ്റർ പ്ലാൻ പദ്ധതിക്കായി ഈ മാസം 20-ന് നഗരവികസന സെമിനാർ സംഘടിപ്പിക്കും. കഴിഞ്ഞ മാസത്തിൽ പ്രവർത്തനം ആരംഭിച്ച മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിനോട് ചേർന്ന് അനധികൃതമായി കൂടിയ തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിക്കാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. ഡിവൈഎഫ്ഐ ചെറുപ്പശ്ശേരി ബ്ലോക്ക് സമ്മേളനം ഡിസംബർ 21, 22, 23 തീയതികളിൽ കാർമണയിൽ വെച്ച് നടക്കും. പ്രതിനിധി സമ്മേളനം 21-ാം തീയതി ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. ഡിവൈഎഫ്ഐ ചെറുപ്പശ്ശേരി ബ്ലോക്ക് സമ്മേളനം ഡിസംബർ 21, 22, 23 തീയതികളിലായാണ് നടക്കുന്നത്. കാർമണ്ണ കുഞ്ചുനായർ ട്രസ്റ്റ് ഹാളിലെ ബിനീഷ് നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. 12ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ചെറുപ്പശ്ശേരി ബ്ലോക്ക് സമ്മേളനം ഡിസംബർ മാസം 21, 22, 23 തീയതികളിലായി കാർമണ്ണയിൽ വെച്ചാണ് നടക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ വൈവിധ്യമാർന്ന പരിപാടികൾ ബ്ലോക്ക് തലത്തിൽ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 21, 22 തീയതികളിലാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്നത്. 23-ാം തീയതി വൈകുന്നേരം ഈ ബ്ലോക്കിലുള്ള വില്ലേജ് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് യുവജന പ്രകടനവും പൊതുസമ്മേളനവും നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജനാണ് MP ജയരാജനാണ് പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത്. ബ്ലോക്ക് കമ്മിറ്റി കീഴിലെ ഏകദേശം 29,000-ഓളം വരുന്ന യുവാക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള 180 പ്രതിനിധികളാണ് പ്രതിനിധി സമ്മേളനത്തിൽ കാർമണ്ണയിൽ ഒത്തുചേരുന്നത്. സമ്മേളന നഗരിയിലേക്കുള്ള പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ 20-ാം തീയതി സമ്മേളന നഗരിയിലെത്തും. സമ്മേളനത്തിന്റെ ഭാഗമായി ഡിസംബർ 8-ന് ആരംഭിച്ച അനുബന്ധ പരിപാടികൾ ഡിസംബർ 16-ന് തൂതയിൽ നടക്കുന്ന മുൻകാല ഡിവൈഎഫ്ഐ നേതാക്കളുടെ സംഗമത്തോടെ സമാപിക്കും. പരിപാടികളെക്കുറിച്ച് വിശദീകരിക്കുവാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ PM വാസുദേവൻ, ബ്ലോക്ക് സെക്രട്ടറി M. സിജു, പ്രസിഡന്റ് KK നാരായണൻകുട്ടി, ട്രഷറർ K. സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഇടവേള.
വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ആലിപ്പറമ്പ് പള്ളിക്കുന്നത്ത് പ്രതിഷേധ ധർണ നടത്തി. സിപിഎം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗം വെള്ളൂരൻ അനീഫ ധർണ ഉദ്ഘാടനം ചെയ്തു. പൂവത്താണി ഹൈസ്കൂൾ, വില്ലേജ് റോഡ്, തെക്കേപുറം, കുന്നനാഥ്, കാമ്പ്രം റോഡുകൾ PW ഏറ്റെടുക്കുക, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളുടെയും അറ്റകുറ്റപ്പണികൾ നടത്തുക, ആലിപ്പറമ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾക്ക് കിടത്തി ചികിത്സാ സൗകര്യം ഒരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് CPM ആലിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റി പള്ളിക്കുന്നത്ത് പ്രതിഷേധ ധർണ നടത്തിയത്. ധർണയ്ക്ക് മുന്നോടിയായി പ്രകടനവും നടന്നു. ലോക്കൽ സെക്രട്ടറി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാസുദേവൻ, MP മോഹനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൌക്കത്ത് അലി, സുമതി, വിലാസിനി തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയോരത്തെ പൊതുശ്മശാനം ഉപയോഗയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ശ്മശാനം സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിന്. ഈ ആവശ്യം ഉന്നയിച്ച് ഈ മാസം 14-ന് പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയോരത്തെ പൊതുശ്മശാനം ഉപയോഗയോഗ്യമാക്കണമെന്നുള്ള ദീർഘകാലത്തെ ആവശ്യം ഉയർത്തിപ്പിടിച്ചാണ് ശ്മശാനം സംരക്ഷണ സമിതി പ്രക്ഷോഭം ആരംഭിക്കുന്നത്. നിലവിൽ ശ്മശാനത്തിന്റെ സ്ഥലം ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുകയാണ്. ഇക്കാര്യത്തിൽ പഞ്ചായത്ത് കാര്യക്ഷമമായി ഇടപെടണം. ഇതിന്റെ ആദ്യഘട്ടമായാണ് ഈ മാസം 14-ന് പഞ്ചായത്തിലേക്ക് മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും സംഘടനകളുടെയും പിന്തുണയും മാർച്ചിനുണ്ട്. ഫണ്ടുണ്ട്, ഉടനെ ചെയ്യും എന്നും പറയുക അല്ലാതെ അത് കഴിഞ്ഞിട്ട് 2 മാസത്തെ സമയത്ത് 2 മാസത്തോട് തുടങ്ങാൻ നമ്മൾ പിന്നെ 2 മാസം കഴിഞ്ഞ സമയത്ത് അതൊന്നും തുടങ്ങിയിട്ടില്ല. ടെക്നിക്കൽ സാങ്ഷൻ വേണം അതിന്. അങ്ങനെയുള്ള ഒരു സാങ്കേതികത പറഞ്ഞുകൊണ്ട് നമ്മളെ പല പ്രാവശ്യം മടക്കി അയച്ചു എന്നുള്ളത് വളരെ ഒരു വസ്തുതയാണ്. ഏതായാലും ഇപ്പോ ഈ 14-ാം തീയതി വരുന്ന 14-ാം തീയതി കാലത്ത് 10 മണിക്ക് വിശ്വഹിന്ദു പരിഷത്തിന്റെയും സീനിയർ സിറ്റിസൺ ഫോറത്തിന്റെയും അതുപോലെ തന്നെ ഈ ശ്മശാന സംരക്ഷണ സമിതിയുടെയും മറ്റു എല്ലാ ഹൈന്ദവ സംഘടനകളുടെയും നേതൃത്വത്തിൽ സംയുക്തമായി പഞ്ചായത്തിലേക്ക് ഒരു മാർച്ചും അത് കഴിഞ്ഞൊരു ഉപരോധവും നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ശ്മശാന സംരക്ഷണ സമിതി പ്രസിഡന്റ് MP ചന്ദ്രമോഹൻ, സെക്രട്ടറി CB അശോകൻ, PT വേണുഗോപാൽ, RG പിള്ള എന്നിവർ പങ്കെടുത്തു. ഒറ്റപ്പാലത്തെ കുടിവെള്ള പ്രശ്നവും ഗതാഗത കുരുക്കും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സിറ്റിസൺ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ജനസമ്പർക്ക യാത്ര നടത്തുന്നു. ബുധനാഴ്ച നഗരസഭയിൽ നടത്തുന്ന യാത്രയുടെ ഭാഗമായി ഒപ്പുശേഖരണവും നടത്തുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്ഥിരം തടയണ നിർമ്മാണം, പൊതുശ്മശാനം, താലൂക്ക് ആശുപത്രിയുടെ ശോച്യാവസ്ഥ, ഭാരതപ്പുഴ സംരക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സിറ്റിസൺ ഫോറം യാത്ര സംഘടിപ്പിക്കുന്നത്. സിറ്റിസൺ ഫോറം പ്രസിഡന്റ് RP ശ്രീനിവാസൻ ജനസമ്പർക്ക യാത്രയ്ക്ക് നേതൃത്വം നൽകും. സമഗ്ര വികസന രാഷ്ട്രീയം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചാണ് യാത്ര. ഒരു ദിവസം നീണ്ടുനിൽക്കുന്ന യാത്രയുടെ ഭാഗമായി ഇക്കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായവും സ്വരൂപിക്കുന്നുണ്ട്. യാത്രയ്ക്ക് ശേഷം മുഖ്യമന്ത്രി, ജലവിഭവ വകുപ്പ് മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നിവർക്കുൾപ്പെടെ നിവേദനം നൽകുമെന്നും സിറ്റിസൺ ഫോറം പ്രസിഡന്റ് RP ശ്രീനിവാസൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 25 വർഷം മുന്നിൽ കണ്ടുള്ള വികസന രേഖയും സിറ്റിസൺ ഫോറം തയ്യാറാക്കുന്നുണ്ട്. ഒറ്റപ്പാലത്തെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് RP ശ്രീനിവാസൻ, സെക്രട്ടറി SK സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വികസന രാഷ്ട്രീയത്തിന്റെ വാർത്താക്കളാക്കാൻ ഈ ജനങ്ങളെ മുഴുവൻ ഞങ്ങളുടെ അഭിപ്രായ സ്വരൂപണത്തിലൂടെ ഉദ്ദേശിക്കുകയാണ്. വൈകിട്ട് 5:30 ഒറ്റപ്പാലം ടൗണിൽ തന്നെ ജനസമ്പർക്ക യാത്ര ഈ ഒപ്പുശേഖരണവും കഴിഞ്ഞ് സമാപിക്കും. ആ സമാപന യോഗത്തിൽ ക്രോഡീകരിക്കുന്ന അഭിപ്രായം വെച്ചിട്ടാണ് തുടർന്ന് സമഗ്ര വികസന രേഖ തയ്യാറാക്കുന്നത്. സംസ്ഥാന കായികമേളയിൽ സ്വർണ്ണത്തിളക്കമായ ബബിത കായിക കേരളത്തിന്റെ പുത്തൻ പ്രതീക്ഷയാകുന്നു. 800 മീറ്ററിൽ റെക്കോർഡോടെ സ്വർണം കരസ്ഥമാക്കിയ ബബിത 400 മീറ്ററിലും മികച്ച നേട്ടമാണ് കൈവരിച്ചത്. കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ്ണ നേട്ടത്തിൽ ബബിതയുടെ പ്രയത്നം കൂടി ലക്ഷ്യം കണ്ടതോടെ ജില്ലയ്ക്ക് കന്നിക്കിരീടം സ്വന്തമാക്കാനായി. കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ബബിത കായികമേളയിൽ ജൂനിയർ വിഭാഗത്തിൽ 800-400 മീറ്ററിലാണ് മത്സരിച്ചത്. 400 മീറ്ററിൽ 2ാം സ്ഥാനവും 800 മീറ്ററിൽ 2.11 മിനിറ്റിൽ റെക്കോർഡോടെ സ്വർണവും കരസ്ഥമാക്കി. വാണിയംകുളം മാന്നന്നൂർ ചുക്കന്മാർതുടി ബാലകൃഷ്ണന്റെയും കമലത്തിന്റെയും മകളാണ് ബബിത. വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിൽ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായി മത്സരത്തിലെത്തുന്നത്. കിഡ്ഡീസ് വിഭാഗത്തിൽ മിനി സ്റ്റേറ്റ് മീറ്റിൽ വെള്ളി നേടിയാണ് നേട്ടങ്ങൾ ആരംഭിച്ചത്. പിന്നീട് സ്കൂൾ മീറ്റിലും പൂനെയിൽ നടന്ന ദേശീയ സ്കൂൾ മീറ്റിലും പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. കഴിഞ്ഞ വർഷം ഇന്റർ ക്ലബ്ബ് മത്സരത്തിലും സൗത്ത് സോൺ മത്സരത്തിലും ജൂനിയർ നാഷണൽ മീറ്റിലും 600 മീറ്ററിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ബബിത
കായിക കേരളത്തിന് പുത്തൻ പ്രതീക്ഷയാണ്. വാണിയംകുളം TRK ഹയർ സെക്കൻഡറിയിൽ നിന്നും കല്ലടിയിലേക്ക് 3 മാസം മുമ്പാണ് ബബിത മാറിയത്. കോച്ച് KP രാമേന്ദ്രന്റെ പരിശീലനത്തിലാണ് ബബിതയുടെ നേട്ടം. ദേശീയ സ്കൂൾ മീറ്റിൽ പങ്കെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ പാലക്കാടിന്റെ അഭിമാന താരം. KSRTC ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ ഇളവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ണാർക്കാട് MES കല്ലടി കോളേജിന് മുന്നിൽ MSF പ്രവർത്തകർ KSRTC ബസ്സുകൾ തടഞ്ഞു. MSF ജില്ലാ പ്രസിഡന്റ് റിയാസ് നാലകത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. KSRTC ബസ്സുകൾ തടഞ്ഞു നിർത്തി MES കോളേജിന് മുമ്പിൽ നിന്നും മണ്ണാർക്കാട് ടൗൺ വരെ MSF പ്രവർത്തകർ കൺസെഷൻ ചാർജിൽ യാത്ര ചെയ്തു. ബസ്സുകളിൽ കൺസെഷൻ അനുവദിക്കുന്നതിന് പുറമെ സ്റ്റുഡന്റ് ഓൺലി KSRTC ബസ്സുകൾ ഇറക്കണമെന്നും MSF ആവശ്യപ്പെട്ടു. ലോക മനുഷ്യാവകാശ ദിനമായ ഡിസംബർ 10-ന് MSF വിദ്യാർത്ഥി യാത്ര എന്ന പേരിലാണ് സമരം നടത്തിയത്. P മുനീർ, കല്ലടി ആബിദ്, ഉനൈസ്, ജിഷാദ്, അനീസ്, സബീൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഒറ്റപ്പാലം KPS മേനോൻ മെമ്മോറിയൽ അവാർഡ് ദാന ചടങ്ങും നൃത്ത സംഗീതോത്സവവും ഡിസംബർ 12 മുതൽ 15 വരെ നടക്കും. ഒറ്റപ്പാലം സീസൺ ഓഡിറ്റോറിയത്തിൽ ചേറ്റൂർ ശങ്കരൻ നായർ മെമ്മോറിയൽ കൾച്ചറൽ ട്രസ്റ്റാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 5ാമത് KPS മേനോൻ മെമ്മോറിയൽ അവാർഡ് പത്മവിഭൂഷൺ ഡോക്ടർ ബാലമുരളീകൃഷ്ണയ്ക്ക് നൽകും. മലയാളം സർവകലാശാല വൈസ് ചാൻസലർ K. ജയകുമാർ അവാർഡ് ദാനം നിർവഹിക്കും. കലാമണ്ഡലം വൈസ് ചാൻസലർ PN സുരേഷ്, MP രാജേഷ് MP, MLA-മാരായ CP മുഹമ്മദ്, M അംസ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ സുജാത രാമചന്ദ്രന്റെ മോഹിനിയാട്ടം, പണ്ഡിറ്റ് ദത്താത്രേയ വേലങ്കാരന്റെ ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി, മണാലിസ ഘോഷിന്റെ ഒഡീസി, G. രാമനാഥന്റെ സാക്സ്ഫോൺ കച്ചേരി, പത്മജ സുരേഷിന്റെ ഭരതനാട്യം, V. ശങ്കരനാരായണന്റെ സംഗീത കച്ചേരി, സിനിമാ താരം വിന്ദുജ മേനോന്റെ കുച്ചിപ്പുടി എന്നീ കലാപരിപാടികളും നടക്കും. ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ KK സുന്ദരേശൻ മുഖ്യാതിഥിയായിരിക്കുമെന്നും സംഘാടകർ ഒറ്റപ്പാലത്ത് അറിയിച്ചു. ഒറ്റപ്പാലം നഗരസഭ 2012-2013 വാർഷിക പദ്ധതി രേഖയ്ക്ക് കൌൺസിൽ അംഗീകാരം നൽകി. ഈ വർഷം ഭവന നിർമ്മാണത്തിന് ഫണ്ട് നീക്കിവെക്കാത്തതിൽ പ്രതിപക്ഷം എതിർപ്പ് പ്രകടിപ്പിച്ചു. ഒറ്റപ്പാലം നഗരസഭയിലെ പട്ടികജാതി ഗുണഭോക്താക്കൾക്കുള്ള ഫണ്ട് വകമാറ്റി ചിലവഴിക്കുന്നു എന്ന ആരോപണവും പ്രതിപക്ഷം ഉന്നയിച്ചു. ഫണ്ട് മറ്റു റോഡുകൾക്ക് ചിലവഴിക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറ്റൊരു പരാതി. ഭവന നിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഈ വർഷം കഴിയില്ല എന്ന് വൈസ് ചെയർമാൻ S. സെൽവൻ പറഞ്ഞു. 23.37 കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം നൽകിയത്. കാർഷിക മേഖലയ്ക്ക് 76 ലക്ഷം, കുടിവെള്ളത്തിന് 36 ലക്ഷം രൂപ, ആരോഗ്യ മേഖലയ്ക്ക് 5 ലക്ഷം, വ്യവസായ മേഖലയ്ക്ക് 25 ലക്ഷം, വിദ്യാഭ്യാസ മേഖലയ്ക്ക് 22 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് 2012-2013 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നഗരസഭയിൽ ടൗൺ ഹാളിന് സ്ഥലമെടുക്കാനായി 75 ലക്ഷം രൂപ ഇത്തവണ പദ്ധതിയിൽ നീക്കിവച്ചിട്ടുണ്ട്. ഭാരതപ്പുഴ സംരക്ഷണത്തിനായി 25 ലക്ഷം രൂപയും അനുവദിച്ചു. മണ്ണാർക്കാട് ഞെട്ടരക്കടവിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് RSS പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ CPM ഓഫീസിന് നേരെ കല്ലെറിഞ്ഞുവെന്നാരോപിച്ച് CPM നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം CPM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജനകീയ പ്രശ്നങ്ങളൊന്നും ഇടപെടാത്ത ഇവർ ഇത്തരത്തിൽ പരിശീലനം നൽകുന്നതും സംഘടിക്കുന്നതും നാട്ടിൽ കലാപമുണ്ടാക്കാനാണ് എന്ന തിരിച്ചറിവ് നാട്ടിലെ ജനങ്ങൾക്കുണ്ടാവണം. ഇവർ ആയുധ പരിശീലനം നടത്തുന്നു, നിരപരാധികളായ ആളുകളെ ആക്രമിക്കുന്നു. അപ്പൊ അപ്പുറത്തും ആയുധ പരിശീലനം നടത്തുന്നു. NDF അതുപോലുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകൾ അവര് നിരപരാധികളായിട്ടുള്ള ആളുകളെ ആക്രമിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. മതേതരത്വവും മതസൗഹാർദ്ദവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന നാട്ടിലെ ജനങ്ങൾ ഇതിനെല്ലാവരെതിരായി ശക്തമായി പ്രതികരിക്കാൻ തയ്യാറാവണം. അങ്ങനെ പ്രതികരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സ്വൈരവും സമാധാനവും ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് സ്വൈരമായും സമാധാനപൂർണ്ണമായും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. ഞെട്ടരക്കടവ് ക്ഷേത്രത്തിൽ RSSന്റെ ശാഖാപ്രവർത്തനം തടസ്സപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് സംഘപരിവാർ തിങ്കളാഴ്ച വൈകുന്നേരം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. പ്രകടനത്തിന്റെ RSS പ്രവർത്തകർ CPM ഓഫീസിന് നേരെ കല്ലെറിഞ്ഞു എന്നാരോപിച്ചാണ് CPM DYFI പ്രവർത്തകർ ചൊവ്വാഴ്ച വൈകുന്നേരം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ CPM ഏരിയ സെക്രട്ടറി M. ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെന്റർ അംഗങ്ങളായ K. സുദർശനകുമാർ, TM സെബാസ്റ്റ്യൻ, P. മനോമോഹനൻ, KP മസൂദ്, M. വിനോദ് കുമാർ, കല്ലടി ഉണ്ണിക്കമ്മു എന്നിവരും സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സർക്കാർ ജീവനക്കാരും അധ്യാപകരും വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. ഒറ്റപ്പാലം ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം അലി ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു.
ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും അധ്യാപകരും ജനുവരി 8 മുതൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല പണിമുടക്കിന് മുന്നോടിയായിട്ടാണ് വിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. യോഗത്തിനു മുമ്പ് തഹസിൽദാർക്ക് പണിമുടക്ക് നോട്ടീസും നൽകി. സമരസമിതിയുടെയും ആക്ഷൻ കൌൺസിലിന്റെയും നേതൃത്വത്തിലാണ് പ്രതിഷേധം. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരെയും തസ്തികകൾ നിർത്തലാക്കുന്നതിനെതിരെയുമാണ് അനിശ്ചിതകാല പണിമുടക്ക്. KM നടരാജൻ, M ഇസ്ഹാഖ്, MS വിജയകുമാർ എന്നിവർ സംസാരിച്ചു. പൊതുയോഗത്തിന് മുമ്പായി ടൗണിൽ പ്രകടനവും നടത്തി. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കൺവെൻഷൻ ചെറുപ്പശ്ശേരിയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തയ്യൽ തൊഴിലാളികളുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ 30ാമത് ജില്ലാ കൺവെൻഷനാണ് ചെറുപ്പശ്ശേരിയിൽ നടന്നത്. EMS ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ KSTA പാലക്കാട് ജില്ലാ പ്രസിഡന്റ് K. ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ +2 ഉയർന്ന മാർക്ക് വാങ്ങിയ തയ്യൽ തൊഴിലാളികളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. KSTA സംസ്ഥാന പ്രസിഡന്റ് N. മുഹമ്മദ് മാനു മുഖ്യപ്രഭാഷണം നടത്തി. KM സൈനബ, N. ദേവരാജൻ, KS ഗോപിനാഥ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പ്ലാസ്റ്റിക് നീക്കം ചെയ്ത് ഭൂമിയെ സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ചെറുപ്പശ്ശേരി ഗവൺമെന്റ് ഡോക്ടേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലവ് പ്ലാസ്റ്റിക് ശേഖരണം നടന്നു. ഒറ്റപ്പാലം DEO KR വാസന്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഹരികൃഷ്ണൻ പിഷാരടി മുഖ്യപ്രഭാഷണവും നടത്തി. രാജൻ ചെറുകാട്, KC സേതുമാധവൻ നായർ, ചെറുപ്പശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. DYFI പാലോളിപ്പറമ്പ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് മുൻ MLA V. ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി ഷമീൽ തോട്ടശ്ശേരി, പ്രസിഡന്റ് അബ്ദുൾ അസീസ്, CP വിജയൻ, TK കുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പട്ടാമ്പി ഏരിയ സമ്മേളനം സംഘടിപ്പിച്ചു. VT ബൽറാം MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ AT ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ V. ജയറാം, ഡോക്ടർ P. പ്രേംജിത്ത്, ഡോക്ടർ PK കൃഷ്ണദാസ്, ഡോക്ടർ K. ഹരി തുടങ്ങിയവരും സംസാരിച്ചു. 6 ദിവസം നീണ്ടുന്ന വടക്കൻ വെള്ളിനേഴി തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് കൊടിയിറങ്ങി. പുഴയ്ക്കാറോട്ടോടുകൂടിയാണ് 6 ദിവസത്തെ ഉത്സവാഘോഷങ്ങൾക്ക് പരിസമാപ്തി ആയത്. 6 ദിവസം നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങൾക്ക് കഴിഞ്ഞ ബുധനാഴ്ചയാണ് കൊടിയേറിയത്. ആഘോഷ പരിപാടികളുടെ സമാപന ദിവസമായ തിങ്കളാഴ്ച പുലർച്ചെ ഗണപതി ഹവനം, പള്ളിയുണർത്തൽ, ഉഷപൂജ എന്നിവയും അതിനുശേഷം യാത്രാഹവനം, യാത്രാബലി, കൊടിയിറക്കൽ എന്നിവയും നടന്നു. തുടർന്ന് 3 ഗജവീരന്മാരുടെയും പാണ്ടിമേളത്തിന്റെയും അകമ്പടിയോടെ പുഴയ്ക്കാറാട്ടമുണ്ടായി. അതിനുശേഷം നടന്ന ഉച്ചപൂജ, 25 കലശം, ശ്രീഭൂതബലി, പ്രസാദൂട്ട് എന്നിവയോടെ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾ സമാപിച്ചു. നൃത്യങ്ങൾ, ത്രിപിൾ തായമ്പക, നാടകം, കഥകളി, കൃഷ്ണനാട്ടം, ഇരട്ടത്തായമ്പക, ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത് തുടങ്ങിയ പരിപാടികളും 6 ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്നു. നിത്യവും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും പ്രസാദോട്ടും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. UDF ഭരിക്കുന്ന അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണത്തിനെതിരെ യൂത്ത് കോൺഗ്രസ്. ഭരണസമിതിക്ക് ദീർഘവീക്ഷണമില്ലെന്നും പുഴ കയ്യേറ്റവും മണൽവാരലും തടയാൻ ഒന്നും ചെയ്യുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസ്. പെരിന്തൽമണ്ണ കാഞ്ഞിരക്കുന്ന് കോളനിയിലെ 30 കുടുംബങ്ങൾക്ക് പട്ടയം അനുവദിച്ച വിഷയം കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ ബഹളം. മന്ത്രി കോളനിക്കാരെ അറിയിച്ച കാര്യം നഗരസഭ അറിഞ്ഞില്ലെന്ന് ഭരണപക്ഷം. പാലക്കാട് ജില്ല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും പോഷകാഹാരക്കുറവെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CN കണ്ണമുത്തൻ. മനുഷ്യാവകാശത്തെക്കുറിച്ച് ഇന്നത്തെ സമൂഹം ബോധവാന്മാരല്ലെന്ന് സംസ്ഥാന മനുഷ്യാവകാശ ഫൗണ്ടേഷൻ സെക്രട്ടറി ഡോക്ടർ P. രാമകൃഷ്ണൻ. കൗമാരമേള ഗംഭീരമാക്കാൻ മണ്ണാർക്കാട് ഒരുങ്ങുന്നു. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ജനുവരി 1 മുതൽ 5 വരെ മണ്ണാർക്കാട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.